ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ട് എങ്ങനെ പൂവട ഉണ്ടാക്കാം എന്നുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് എങ്ങനെ പൂവട ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യണേ. അതിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യൂട്ടോ. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോക്കും നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഇതിനായി ഞാനിവിടെ 5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 2 തേങ്ങ ചിരവിയത്, 400 ഗ്രാം ശർക്കര, മാവ് കുഴച്ചെടുക്കാനായിട്ട് ചൂടുവെള്ളം. ഇനി നമുക്ക് ഇതിനായി മാവൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്ക് കുഴക്കും പോലെയാണ് ഇതിന് മാവ് തയ്യാറാക്കേണ്ടത്. അങ്ങനെ മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തു. ഇനി നമുക്ക് ബോൾസുകളാക്കി ഇതിനെ പരത്തിയെടുക്കണം. അതെങ്ങനെയൊന്ന് നോക്കാം. ആദ്യം കുറച്ച് മാവെടുത്ത് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ബോൾസ് ആക്കിയിട്ട് ഗോതമ്പ് പൊടി അതിൻ്റെ മേലെ ഒന്ന് തൂവി നമ്മുടെ കയ്യിൽ വെച്ചിട്ട് വേണം അത് പരത്തിയെടുക്കാൻ. പ്രസ്സിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ വെച്ച് മാത്രം ചെയ്താൽ മതി. അങ്ങനെ എല്ലാം ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഫില്ല് ചെയ്യണത് എങ്ങനെയെന്ന് നോക്കാം. ഫില്ല് ചെയ്യുമ്പോൾ ആദ്യം തേങ്ങ ചേർക്കണം കേട്ടോ. എന്നാലേ നമുക്ക് അത് കൂട്ടിയെടുക്കുമ്പോൾ ശരിയാവുള്ളൂ. പിന്നെ മധുരത്തിന് ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കുക. തേങ്ങ കൂടുതലായിട്ട് നിറക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കതെങ്ങനെ കൂട്ടിയെടുക്കാം എന്നുള്ളത് നോക്കാം. കൂട്ടിയെടുക്കുമ്പോൾ ഉള്ളിൽ വെച്ച ഫില്ലിങ് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ മെല്ലെ മെല്ലെ കൂട്ടി കൊണ്ടുവരിക. എന്നിട്ട് നന്നായിട്ട് മാവിനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് പൂവട എന്നാണല്ലോ ഇതിനെ വിളിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ ഒരു പൂ പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പൊരിച്ചെടുക്കണം. ഗോതമ്പ് പൊടി ആവും കൊണ്ട് ഇതിനെ നമുക്ക് പൊരിച്ചെടുക്കാനേ പറ്റുള്ളൂ. ആവിയിൽ വെക്കാനായിട്ട് പറ്റില്ല. ആവിയിൽ വെക്കുന്നത് അരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ആവിയിൽ വെക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ.
ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ ഇത് നമുക്ക് ഓയിലിൽ നിന്നും മാറ്റിയെടുക്കാം. ഇനി നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കിയ പൂവട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്ന പോലെയൊന്നുമല്ല, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇനി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.